ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒരു റെക്ടിഫയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം റെക്ടിഫയർ എന്ന് ഹെഡിങ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് AC to DC കൺവേർഷനെയാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം കൂടെ വരച്ചിട്ട് AC to DC കൺവേർഷൻ, അതിൻ്റെ ഓടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു സൈൻ വേവ് ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ DC എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ ഒരു പടവും കൂടെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള സിമ്പിളായിട്ട് എക്സാമിന് മാർക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാമെന്നുള്ളതിനെ പറ്റി കുറച്ച് ടിപ്സ് കണക്കാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ AC to DC കൺവേർഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് ചെയ്താൽ റെക്ടിഫയർ is the AC to DC കൺവേർഷൻ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ആ ഒരു പോയിന്റ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റെക്ടിഫയർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. റെക്ടിഫയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ടൈപ്സ്. ഫസ്റ്റ് വൺ ഈസ് ഹാഫ് വേവ് റെക്ടിഫയറുമുണ്ട്, ഫുൾ വേവ് റെക്ടിഫയറുമുണ്ട്. ഈ ഫുൾ വേവ് റെക്ടിഫയർ നമുക്ക് രണ്ട് രീതിയിൽ വീണ്ടും അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ എന്നും അതോടൊപ്പം തന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്നിങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് റെക്ടിഫയറിൻ്റെ ഒരു ഏത് ഹാഫ് വേ റെക്ടിഫയർ ചോദിച്ചാലും ഫുൾ വേ റെക്ടിഫയർ ചോദിച്ചാലും ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ആൻസർ ഷീറ്റിൽ നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ ഹാഫ് വേ റെക്ടിഫയർ പഠിക്കുന്നതിന് മുന്നായിട്ട് എന്താണ് ഫോർവേഡ് ബയാസ് എന്നും റിവേഴ്സ് ബയാസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. എങ്കിൽ മാത്രമേ നമ്മൾ റെക്ടിഫയർ പഠിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡയോഡാണ്, PN ജംഗ്ഷൻ ഡയോഡാണ്. ഈ ഡയോഡ് ഒരു സെല്ലും ഒരു ബൾബും കൂടെ ഞാൻ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. അപ്പോൾ ഇത് സെല്ലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, ഇത് ഡയോഡിൻ്റെ P ഭാഗം, ഇതെന്ന് പറയുന്ന N ഭാഗമാണ്. അപ്പോൾ ഇതൊരു ബൾബാണ്. അപ്പോൾ പോസിറ്റീവ് ഡയോഡിൻ്റെ P ഭാഗവും അതോടൊപ്പം തന്നെ സെല്ലിൻ്റെ പോസിറ്റീവും ആണ് എങ്കിൽ ഒരേ സൈഡിൽ വരുന്നുവെങ്കിലും സെല്ലിൻ്റെ നെഗറ്റീവും ഡയോഡിൻ്റെ P റീജിയനും ഒരേ സൈഡിലാണ് എങ്കിൽ അതിനകത്തൂടെ കറണ്ടിൻ്റെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ കറണ്ടിൻ്റെ ഒരു ഫ്ലോ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഫോർവേഡ് ബയാസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസിങ് ആക്കുന്നില്ല. അപ്പം ജസ്റ്റ് ഈ ഒരു ഫിഗറും കൂടെ എന്ത് ചെയ്യാം, ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ ഒരു ഡയോഡ് ഉണ്ടായിരിക്കും, അതിന് P റീജിയനും ഉണ്ടായിരിക്കും, N റീജിയനും ഉണ്ടായിരിക്കും. അതിനൊരു സെല്ല് നമ്മൾ കണക്ട് ചെയ്യുന്നു, അവിടെ ഒരു ബൾബും കണക്ട് ചെയ്തു. നേരെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇവിടെ ഒരു വേറൊരു കേസ് റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് ഞാനൊരു ചെറിയൊരു മാറ്റം വരുത്തുന്നു. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അത് ഞാൻ ലെഗിൻ്റെ നീളം എന്ത് ചെയ്യുന്നിട്ട് നീളം കൂട്ടി വരച്ചത്. അപ്പം സെല്ലിൻ്റെ നെഗറ്റീവും ഡയോഡിൻ്റെ P ഭാഗവും, അത് സെല്ലിൻ്റെ പോസിറ്റീവും ഡയോഡിൻ്റെ N റീജിയണും, അതായത് ഭാഗം എന്ന് പറഞ്ഞത് P റീജിയണും N റീജിയണും കണക്ട് ചെയ്താൽ അത് റിവേഴ്സ് ബയാസ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഓൾറെഡി ഇനി ഒരു PN ജംഗ്ഷൻ, ഇതുപോലെയാണ് ഒരു PN ജംഗ്ഷൻ എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ P ഉണ്ട്, ഇവിടെ N ഉണ്ട്. ഇവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും. ഡിപ്ലീഷൻ റീജിയൻ ഇപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യത്തില്ല, കറണ്ടിൻ്റെ ഫ്ലോ നടക്കത്തില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്ന ഒരു ഏരിയ കുറവായിരിക്കും, P ഉണ്ടായിരിക്കും, ഇവിടെ N ഉണ്ടായിരിക്കും. ഇവിടെ നിന്നൊരു പോസിറ്റീവ് ഉണ്ട്, ഇത് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കറണ്ട് പോകുമ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് പാസ് ചെയ്ത് പോയി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫ്ലോ എന്ത് ചെയ്യും, കറണ്ടിൻ്റെ ഫ്ലോ നടക്കും. പക്ഷെ എന്ത് ചെയ്യത്തില്ല, ഇവിടെ കറണ്ടിൻ്റെ ഫ്ലോ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അപ്പോൾ ഈ ഒരു കേസ് ഒരു പടം വരച്ചിട്ട് എന്താണ് എഴുതാനുള്ളത്, നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവും ഡയോഡിൻ്റെ P റീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ പോസിറ്റീവും ഡയോഡിൻ്റെ N റീജിയനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നു. അതിനകത്ത് എന്ത് നടക്കുന്നില്ല, കണ്ടക്ഷൻ നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബേസിക് കൺസെപ്റ്റും കൂടെ നമുക്ക് അതിനകത്ത് എഴുതി വയ്ക്കാം. അപ്പം എന്താണ് ഹാഫ് വേ റെക്ടിഫയർ എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹാഫ് വേ റെക്ടിഫയറിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ഒരു സിമ്പൽ വരയ്ക്കുന്നത് ട്രാൻസ്ഫോമറിനാണ് ഇതുപോലൊരു സിമ്പൽ വരയ്ക്കുന്നത്. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് വരച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എങ്ങനെ മനസ്സിലാക്കും, പ്രൈമറിയിൽ
എന്താണ് നമ്മുടെ ഈ കോയിലിൻ്റെ എണ്ണം കൂടുതലും സെക്കൻഡറിയിൽ കോയിലിൻ്റെ എണ്ണം കുറവാണ് എങ്കിൽ ഈ ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് AC കറണ്ടാണ്. AC കറണ്ട് നമ്മളിപ്പോൾ കറണ്ടിലാണ് കൊടുക്കുന്നത്, നമ്മൾ സപ്ലൈ ബോർഡ് കൊടുത്തു. അപ്പോൾ 230 വോൾട്ട് 50 ഹെഡ്സ് AC കറണ്ടാണ് ഇതിനകത്തൂടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഹാഫ് വേ റെക്ടിഫയറിന് ഒരു ഡയോഡും ഒരു റെസിസ്റ്ററും മാത്രമേ ആർക്കുണ്ടായിരിക്കത്തുള്ളൂ, ഒരു ഹാഫ് വേ റെക്ടിഫയറിന് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞായിരുന്നു, ഈ ഒരു ഫോർവേഡ് ബയാസിങ് ഉണ്ട്, റിവേഴ്സ് ബയാസിങ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ D1 എന്ന് പറയുന്ന ഡയോഡിനൊരു പേര് കൊടുത്തു. ഇത് R1 എന്ന് പറഞ്ഞ് ഞാൻ എന്ത് പേര് കൊടുത്തു, റെസിസ്റ്ററിനും പേര് കൊടുത്തു. ഇതിന് ഞാൻ ഇൻപുട്ട് കൊടുത്തത് ഇതുപോലെ ഒരു സൈൻ വേവ് ആണ് ഞാൻ ഇതിന് ഇൻപുട്ട് കൊടുത്തത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് ഇൻപുട്ട് വേവിന് വേണ്ടി വരച്ചു. ഇത് ഞാനായിട്ട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് വേവിന് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡോട്ടഡ് ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. ഇവിടെ ഞാൻ എന്ത് ഡോട്ടഡ് ലൈൻ താഴേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇവിടെ ഡയോഡിന് ഇവിടെ പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ നമ്മൾ സൈൻ വേവ്, ഇങ്ങനെ ഒരു സൈൻ വേവ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, മുകളിലത്തെ സൈൻ വേവിൻ്റെ പോസിറ്റീവ് സൈക്കിൾ ഇവിടെ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നു. അവിടെ എന്താവും, അവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. അപ്പം ഈ ഒരു D1 എന്ന് പറയുന്ന കണ്ടക്ടർ എന്ത് ചെയ്യും, ഓൺ ആകുന്നു. അതിനകത്തൂടെ കണ്ടക്ഷൻ നടക്കും. അപ്പോൾ രണ്ടാമത്തെ കേസിന് എന്താ, നെഗറ്റീവ് ഡയറക്ഷനാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. ആ സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരും. അപ്പോൾ ഇങ്ങനെ കറണ്ട് പോകാനായിട്ട് ഇവിടെ ഡയോഡ് എങ്ങനെ ഉണ്ടോ, ഇല്ല. അപ്പോൾ ആ ഒരു സൈഡിൽ എന്തില്ല, ഒരു കണ്ടക്ഷൻ നടക്കത്തില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അത് ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത പോസിറ്റീവ് ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പോസിറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വരുന്നുണ്ട്, ഇവിടെ നെഗറ്റീവ് സൈക്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും എന്തുണ്ട്, ഒരു ഡയോഡ് ഉള്ളത് കൊണ്ട് D1 കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ സൈഡിലും എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഡയോഡിൻ്റെ ഒരു കണ്ടക്ഷൻ നടക്കും. അപ്പോൾ ഇതാണ് ഇൻപുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്, ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യുന്നതെന്നും D1 എന്ന് പറയുന്ന ഫോർവേഡ് ബയസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു കാര്യം ചെയ്താൽ, അപ്പോൾ ഇതിനകത്ത് വേറൊരു പോയിന്റ് വേണമെങ്കിൽ എഴുതാമെന്ന് എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എത്ര ഡയോഡുണ്ട്, ഒരു ഡയോഡുണ്ട്, എത്ര റെസിസ്റ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇതിലേത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഇഷ്ടത്തിന് നോട്ട് കുറച്ചുകൂടെ ലെങ്തി ആക്കാൻ നിങ്ങൾക്ക് ലോജിക്ക് അനുസരിച്ച് സാധിക്കും. അപ്പോൾ ഈ ഒരു ബേസിക് കൺസെപ്റ്റ്, ഇതിൻ്റെ ഒരു ഫിഗറും, ഇതിനൊരു ഫിഗർ ഈ ഒരു എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മിനിമം ഒരു 3 മാർക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിൻ്റെ വേവ് ഫോമിന് അതേപോലെ ഒരു 2 മാർക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള പോയിൻറ്റ്സും കൂടെ എന്ത് ചെയ്താൽ ആഡ് ചെയ്താൽ മതി. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ വേവ് റെക്ടിഫയർ ആണ്, അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ എന്നും പറയാറുണ്ട്. ഈ സെൻറ്റർ ടാപ്പ് റെക്ടിഫയറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് 2 ഡയോഡാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഇതിനൊരു ഫിഗർ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഹാഫ് റെക്ടിഫയർ വരച്ച കണക്ക് എന്ത് ചെയ്യുക, ഇതിനും ഒരു ഫിഗർ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതിനെന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സൈൻ വേവ് വരച്ചു, അത് AC കറണ്ടാണ് കൊടുത്തത്. AC കറണ്ട് എന്ന് ചെയ്താൽ 50 ഹെഡ്സ് ആണ്, 230 വോൾട്ടാണ് ഇൻപുട്ട് കൊടുത്തത്. ഇതിന് നമുക്ക് ഇൻപുട്ടെന്ന് എഴുതാനായിട്ട് സാധിക്കും. എന്നിട്ട് എന്താ, ഔട്ട്പുട്ട് സൈഡിൽ ഇതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ കോയിൽ വരയ്ക്കുക. ഇതിന് 2 ഡയോഡാണുള്ളത്. ഒരു ഡയോഡിന് ഞാൻ D1 എന്ന് കൊടുത്തു, വേറൊരു ഡയോഡ് വരച്ചു, ആ ഡയോഡിന് ഞാൻ D2 എന്നും കൊടുത്തു. എന്നിട്ട് ഇതിന് എന്ത് ചെയ്യാം, ഒരു റെസിസ്റ്ററും കൂടെ ഞാൻ എന്ത് ചെയ്തു, കണക്റ്റ് ചെയ്തു. അപ്പം എന്താ, ഇതാണ് R എന്ന് പറയുന്നത്. ഈ റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടാണ് ഞാൻ ഔട്ട്പുട്ട് എടുക്കാനായിട്ട് നോക്കുന്നത്. അപ്പം ഇതാണ് ഫുൾ വേ റെക്ടിഫയറിൻ്റെ സെൻറ്റർ ടാപ്പ് 2 ഡയോഡ് ഉള്ളതിൻ്റെ ഒരു ഫിഗറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഇതെന്ത് ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, നേരത്തെ വരച്ച പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻപുട്ടിന് വേണ്ടി ഞാനൊരു ഗ്രാഫ് വരയ്ക്കുന്നു. അതേപോലെ ഇതാണ് ഇൻപുട്ട് വേവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, എനിക്ക് ഇതിനൊരു കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് വേണം. ആ ഔട്ട്പുട്ട് വരയ്ക്കാനും വേണ്ടി ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതുപോലെ എന്ത് ചെയ്യണം, നിങ്ങളും എക്സാം എഴുതുന്ന സമയത്ത് ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ ആ ആൻസർ ഷീറ്റ് ഒരു വൃത്തിയായിരിക്കും, മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇതുവഴിയാണ് ഇതിൻ്റെ ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. അപ്പം ഈ ഒരു D1 എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, D1 കണ്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇങ്ങനെയാണ് പോകുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ, ഇവിടെ ഉള്ള ഇത് പോസിറ്റീവും ആവും, ഇത് നെഗറ്റീവും ആവും. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ D2 ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ, എനിക്ക് D2 എന്ന് എഴുതാം. മനസ്സിലായോ?
വീണ്ടും എന്ത് ചെയ്യും, D1 എനിക്ക് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഒരു വേവ് ഫോം വീണ്ടും എന്ത് ചെയ്യുന്നു, ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്നു, ഇവിടെ എന്ത് ചെയ്യും, ഇത് പോസിറ്റീവ് ആവുന്നു, വീണ്ടും ഇത് നെഗറ്റീവ് ആവുന്നു. ഈ ഒരു സെക്ഷനിൽ D1 കണ്ടക്ട് ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ സെക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, D2 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഒരു കേസും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഫുൾ വെയർ റെക്ടിഫയർ എന്ന് പറയുന്നത്. സെൻറ്റർ ടാപ്പ് നമുക്ക് 2 ഡയോഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഡയോഡ് D1 ആൻഡ് D2. ഔട്ട്പുട്ട് അക്രോസ് ദ റെസിസ്റ്റർ എന്ന് പറഞ്ഞ് എഴുതാം. ഇൻപുട്ട് സപ്ലൈ വോൾട്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ എഴുതാം. അപ്പോൾ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, മെയിനായിട്ട് വേണ്ടത് എന്താണ്, ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, ഏതൊക്കെ ഡയോഡാണ് കണ്ടക്ട് ചെയ്യുന്ന വർക്കിങ്ങിലാണ് D1 കണ്ടക്ട് ചെയ്യുന്നതെന്നും D2 കണ്ടക്ട് ചെയ്യുന്നുള്ള പോയിൻറ്റ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, ആഡ് ചെയ്യാനുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്ത് ഒരു കാരണവശാലും മറന്നു വരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഈ റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെക്ടിഫയർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ തന്നെയുള്ള ഫുൾ വെയർ റെക്ടിഫയർ ആണ്. ആ ഫുൾ വെയർ റെക്ടിഫയർ 2 റെക്ടിഫയർ ഉണ്ട് എന്നുള്ള നമ്മൾ പഠിച്ചായിരുന്നു. അതായത് സെൻറ്റർ ടാപ്പ് ഉണ്ടായിരുന്നു, ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതിൽ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമുക്ക് 4 ഡയോഡാണ് ഉള്ളത്. അപ്പോൾ ആ 4 ഡയോഡിന് പേര് കൊടുക്കുന്നത് D1, D2, D3, D4 എന്നിങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാൻസ്ഫോമർ, അതുപോലെ നേരത്തെ വരയ്ക്കുന്ന പോലെ ഒരു ട്രാൻസ്ഫോമർ വരച്ചു. അത് എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഇതിന് വരയ്ക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയോഡ് വരയ്ക്കുന്നതിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റിലത്തെ ഇതിലെ കേസിൽ ഡയോഡ് വരയ്ക്കുന്ന ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെയാണ് ഇതിനൊരു ഡയോഡ് വരയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഉണ്ടാവും. ഒരു ഫസ്റ്റ് സെക്ഷനിൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഈ ഒരു രീതിയിൽ വരയ്ക്കുക. ഇവിടെ ഒരു റെസിസ്റ്റർ നമുക്ക് കണക്ട് ചെയ്യണം. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. പോസിറ്റീവ് ഡയറക്ഷനിലാണ് ഈ ഒരു കേസ് വരുന്നത്. നെഗറ്റീവ് ഡയറക്ഷൻ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസ്. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് എന്ത് ഇങ്ങനെ പോയിട്ട് തിരിച്ചിങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഡയോഡ് ഇങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇതുപോലെ 2 ഡയോഡ് എന്ത് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ എന്താ, ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോഴേക്കും എന്തിൻ്റെ ഫിഗറായി, നമ്മൾ ഫുൾ വെയർ റെക്ടിഫയറിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസായി. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പേര് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡയറക്ഷൻ വരച്ച് ഇതിന് ഞാൻ D1 എന്നും ഇതിന് ഞാൻ എന്ത് ചെയ്തു, D2 എന്ന് പേര് കൊടുത്തു. അതേപോലെ ഞാൻ ഇതിന് D3 എന്നും ഇതിന് D4 എന്നിങ്ങനെ പേര് കൊടുത്തു. അപ്പോൾ എത്ര ഡയോഡാണ് ഇതിനകത്തുള്ളത്, 4 ഡയോഡാണ് ഇതിന് ഉള്ളത്. ഇതിനപ്പോൾ ഞാനൊരു ഇൻപുട്ട് വോൾട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാനൊരു ഇൻപുട്ട് സപ്ലൈ ചെയ്തു. ഈ ഒരു കേസ് മറന്നു പോകണ്ട. ഈ ഒരു കേസിനകത്ത് നമുക്ക് 230 വോൾട്ട് AC കറണ്ടാണ് വേണ്ടത്. അത് 50 ഹെർട്സ് ആണ് അതിനകത്ത് നമുക്ക് വേണ്ട. ആ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിളുണ്ട്, സെക്കൻഡ് ഹാഫ് സൈക്കിളുണ്ട്, തേർഡ് ഹാഫ് സൈക്കിള്, 4 ഹാഫ് സൈക്കിൾ, അങ്ങനെ ഈ 4 സൈക്കിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, വെക്കണം. ഫസ്റ്റ് എന്ത് ചെയ്യാമെന്നറിയാമോ, D1ഉം D2 ആണ് ഫോർവേഡ് ബയാസ് ആവുന്നത്. D1 ആൻഡ് D2 ഫോർവേഡ് ബയാസ് വരും. അപ്പം എന്ത് ചെയ്യും, ആ സമയത്ത് D3 ആൻഡ് D4 ഡയോഡ് എന്തായിരിക്കും പ്രത്യേകത, റിവേഴ്സ് ബയാസും ആയിരിക്കും. ആ ഒരു കേസ് നമ്മൾ എഴുതാൻ ചെയ്യണം. അപ്പോൾ ഇതൊരു വർക്കിംഗ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റിലത്തെ കേസിൽ D1 ആൻഡ് D2 എന്ന് പറയുന്ന ഡയോഡ്, ഈ D1 എന്ന് പറയുന്ന ഈ ഒരു ഡയോഡും D2 എന്ന് പറയുന്ന ഈ ഒരു ഡയോഡും എന്തായിരിക്കും, ഫോർവേഡ് ബയാസ് ആയിരിക്കും. A to B ഡയറക്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫിഗർ 2ആയിട്ട് നിങ്ങൾ വരച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെ ഇറങ്ങി വന്നു, കറണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു, ഈ ഡയോഡിൽ കൂടെ ഇങ്ങനെ വരുന്നു. ഈ ഒരു ഫിഗറാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൽ വരയ്ക്കുന്നത്. ആ സമയത്ത് ഏതൊക്കെ ഡയോഡ് കണ്ടക്ട് ചെയ്യുമെന്നറിയാമോ, ഫസ്റ്റിലത്തെ ഡയോഡ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, D1 എന്ന് പറയുന്ന ഡയോഡ് അവിടെ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറയാം, ഇവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ D2 എന്ന് പറയുന്ന ഡയോഡും എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഞാൻ ഒരു ഫോർവേഡ് ബയാസിലുള്ള ഒരു പടം വരച്ചു. അപ്പോൾ ഇവിടെ ആരാ കണ്ടക്ട് ചെയ്തത്, D1 ആണ്. ഇവിടെ കണ്ടക്ട് ചെയ്തത് D2 ആണ്. അപ്പോൾ അതേപോലെ സെയിം തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുകയാണ്. അപ്പോൾ അത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഇത് പോകുന്നത്. ഇങ്ങനെ പോയി ഇത് A to B ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ തന്നെ പോകുന്നത് കണ്ടോ. A4 ഇവിടെ ലോഡ് റെസിസ്റ്റർ ഉണ്ട്, ഔട്ട്പുട്ട് ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. അവിടുത്തെ ഇതിൽ കണ്ടക്ട് ചെയ്യുന്നത് D3 ഡയോഡും കണ്ടക്ട് ചെയ്യും. ഇവിടെ നോക്കിക്കേ, ഇവിടെ D3 ഡയോഡാണ് ഈ ഒരു കേസിൽ ഇവിടെ കണ്ടക്ട് ചെയ്തത്. ഇവിടെ കണ്ടക്ട് ചെയ്തത് D4 ഡയോഡാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു
ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ വരയ്ക്കാം. നോക്കി ഇവിടെ ഈ ഡയോഡ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, 4 ഹാഫ് സൈക്കിൾ 2 സൈക്കിൾ വേണം. അതായത് ഒരു ഹാഫ് സൈക്കിൾ, 2 ഹാഫ് സൈക്കിൾ, 3 ഹാഫ് സൈക്കിൾ, 4 ഹാഫ് സൈക്കിൾ. ഇപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ രണ്ടാമത്തെ ഈ ഒരു സെക്ഷനകത്ത് ഈ ഒരു കേസ് പറയുന്നത്, അപ്പോൾ D2ഉം D4ൽ D2 അത് സെക്കൻഡ് ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് D3 ആൻഡ് D4 ഫോർവേഡ് ബയാസ് ആവുകയും ആ സമയത്ത് ബാക്കി 2 ഡയോഡ് D1 ആൻഡ് D2 റിവേഴ്സ് ബയാസ് ആവും. ഈ ഒരു ഫിഗറും ഈ ഒരു കാര്യങ്ങളും കൂടെ മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് എന്തിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഫുൾ വെയർ റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് കുറച്ച് ടേംസ് ആണ് പഠിക്കുന്നത്. 2 മാർക്കിൻ്റെ സെക്ഷനിൽ സാധാരണ രീതിയിൽ ചോദിച്ചു വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ റിപ്പിൾ ഫാക്ടറാണ് പഠിക്കുന്നത്. റിപ്പിൾ ഫാക്ടർ പലതവണയും 2 മാർക്കിൻ്റെ സെക്ഷന് ചോദിച്ചിട്ടുണ്ട്. റിപ്പിൾ ഫാക്ടർ എന്ന് എഴുതുക. IRMS ഡിവൈഡഡ് ബൈ IDC എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, VRMS ഡിവൈഡഡ് ബൈ VDC എന്ന്. അതാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, റേഷ്യോ ഓഫ് DC ഔട്ട്പുട്ട് ആൻഡ് റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് AC. ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്യാനുള്ളത്, എഴുതാനായിട്ട് നമുക്ക് ഉള്ളത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് PIV എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിനെയാണ് PIV എന്ന് പറയുന്നത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് വിച്ച് ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, മാക്സിമം. ഡയോഡിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ്സിംഗ് കൺവേർഷൻ ഓഫ് AC ടു DC, കൺവേർഷൻ ഓഫ് AC ടു DC. നമ്മൾ AC ടു DC കൺവേർഷൻ നടക്കുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് റിവേഴ്സ് വോൾട്ടേജ്, അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിവേഴ്സ് വോൾട്ടേജ് എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ AC ടു DC കൺവേർഷനാണ് നമ്മളെ റെക്ടിഫയർ നടക്കുന്നത്. ആ സമയത്ത് എന്ത് സംഭവിക്കുമെന്നറിയാമോ, അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് ആ ഡയോഡിനുണ്ടാകും. ആ ഡയോഡിന് ഒരു മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 2 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ സാധാരണ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തുള്ള വേറൊരു ടൈമാണ് റെക്ടിഫയർ എഫിഷ്യൻസി. റെക്ടിഫയർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. എഫിഷ്യൻസി ഈറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പോൾ ഇവിടെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ഈ എഫിഷ്യൻസി ചോദിച്ചാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, DC പവർ അല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ DC പവർ ഡെലിവേർഡ് ഇൻ ദ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്ററിന് കിട്ടിയ ലോഡ് കറണ്ട് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, അതിന് ഇൻപുട്ട് അല്ലേ കൊടുത്തിരിക്കുന്നത്, AC ഇൻപുട്ട്. നമുക്ക് എന്ത് ചെയ്യാം, AC ഇൻപുട്ട് ടു ദി റെക്ടിഫയർ. അപ്പോൾ റെക്ടിഫയറിന് കിട്ടിയ AC ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു PDC ഡിവൈഡഡ് ബൈ PAC എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന വേറൊരു കേസുണ്ട്. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ റെക്ടിഫയറിൻ്റെ കേസാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്കുള്ള റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഹാഫ് വെയർ റെക്ടിഫയർ, സെൻറ്റർ ടാപ്പിന് എത്ര ബ്രിഡ്ജ്. അപ്പോൾ നോക്കിക്കേ, ഡയോഡ് എത്ര എണ്ണമാണ് ഉള്ളത്. ഹാഫ് വെയർ റെക്ടിഫയറിനായിരുന്നു 1 ഡയോഡ് ഉണ്ടായിരുന്നു, സെൻറ്റർ ടാപ്പിനായിരുന്നു 2 ഉണ്ടായിരുന്നു, ബ്രിഡ്ജിന് 4 ഡയോഡ് ഉണ്ടായിരുന്നു. അടുത്തത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഹാഫ് വേവ് ആണെങ്കിൽ VM ആയിരുന്നു, സെൻറ്റർ ടാപ്പ് ആണെങ്കിൽ 2 VM, ബ്രിഡ്ജ് റെക്ടിഫയറിനാണെങ്കിൽ VM എന്നാണ്. അപ്പോൾ അത് റിപ്പിൾ ഫാക്ടർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷൻ നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ഹാഫ് വേവിൻ്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1.21ഉം അതുപോലെ തന്നെ സെൻറ്റർ ടാപ്പിൻ്റെയും ബ്രിഡ്ജിൻ്റെയും 0.482 ആണ്. 0.482 ആണ് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെയും സെൻറ്റർ ടാപ്പിൻ്റെയും. അടുത്തത് എഫിഷ്യൻസിയാണ് ഉള്ളത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഈറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കുള്ളത് ഹാഫ് വെയർ റെക്ടിഫയറിന് 40.6%,
സിംഗിൾ അതായത് നമ്മുടെ സെൻറ്റർ ടാപ്പിൻ്റെ 81.2%, ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെയും 81.2%, ട്രാൻസ്ഫോമർ യൂട്ടിലിറ്റി ഫാക്ടറാണ് TUF എന്ന് പറയുന്നത്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. 0.282, അതോടൊപ്പം തന്നെ 0.623, 0.812. മെയിനായിട്ട് ഈ ഒരു 4 എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. റിപ്പിൾ ഫാക്ടർ ഓഫ് ദി ഹാഫ് വേ റെക്ടിഫയർ ചോദിച്ചാൽ വാല്യൂ എഴുതുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻസി റിപ്പിൾ ഫാക്ടറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു കോളവും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് നോക്കി വെച്ചിട്ട് പോവുക. ഒരു പക്ഷേ കമ്പാരിസൺ ബിറ്റ്വീൻ ഹാഫ് വേ റെക്ടിഫയർ ആൻഡ് ഫുൾ വേ റെക്ടിഫയർ, അല്ലെങ്കിൽ സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ചോദിക്കുന്നെങ്കിൽ ഒരു 6 മാർക്ക് സെക്ഷനിൽ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ സെക്ഷനിലെല്ലാം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 പോയിൻറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള 2 പോയിൻറ്റ്സ് എന്ത് ചെയ്താൽ മതി, പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഈ ഒരു ടോപ്പിക്ക് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ബേസിക് ഇലക്ട്രോണിക്സുകാർക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ക്ലാസ്സാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് ഉള്ളവർക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം റെഗുലർ സ്റ്റുഡൻസിനുള്ള ക്ലാസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുക്കും. ഇത് സപ്ലി ഉള്ളവർക്ക് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞത്. മാക്സിമം ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് പാസ്സാവാനായിട്ട് പറ്റും. താങ്ക് യു.